എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രേഡർ സ്ട്രീറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മാർക്കറ്റ് നിഫ്റ്റി വന്നിട്ട് കുറച്ച് ഒരു 60-70 പോയിന്റോളം ഡൗണിൽ ഓപ്പൺ ആയതിനു ശേഷം പിന്നെ നല്ല രീതിയിൽ കവറിങ് വന്നതിന് ശേഷം ഇന്നലത്തെ പ്രീവിയസ് ഡേ ഹൈ അടിച്ചതിന് ശേഷം തിരിച്ച് വീണ്ടും ലോയുടെ അടുത്ത് വരെ വന്നു. തിരിച്ച് വീണ്ടും നല്ല രീതിയിൽ കയറിപ്പോയി. ഇന്ന് നിഫ്റ്റിയുടെ എക്സ്പയറി ഡേ ആയിരുന്നു, വീക്കിലി എക്സ്പയറി ഡേ ആയിരുന്നു. അപ്പം ഹെവി മൂവ്മെൻറ്റ് നിഫ്റ്റിക്കകത്ത് കൊടുത്തു. ഓപ്ഷനകത്തൊക്കെ നോക്കി ചെയ്തവർക്കൊക്കെ നല്ല പ്രോഫിറ്റ് കിട്ടിക്കാണും. അപ്പോൾ നിഫ്റ്റി ഇന്ന് ഏകദേശം 3/4% 7.75% പ്ലസിലാണ്. അതുപോലെ ബാങ്ക് നിഫ്റ്റി ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു. ഇവിടുന്ന് 47,700 റേഞ്ചിൽ നിന്ന് ഏകദേശം 900 പോയിന്റിന് കൂടുതൽ ബാങ്ക് നിഫ്റ്റിയും കവറിങ് വന്നു, നല്ല രീതിയിൽ കവറിങ് വന്നു. ഇനി നമുക്ക് വെള്ളിയിലത്തെ മാർക്കറ്റ് നോക്കാം. വെള്ളിയിലത്തെ മാർക്കറ്റ് ഇന്ന് ഇപ്പോഴത്തെ ഇതിൽ ഡോ ജോൺസ് എല്ലാം ഇച്ചിരി മൈനസ് കാണിക്കുന്നുണ്ട്, ബാക്കി രണ്ടും ഫ്ലാറ്റായിട്ട് കാണിക്കുന്നുണ്ട്. യൂറോപ്യൻ മാർക്കറ്റെല്ലാം മൈനസാണ് കൂടുതലും, പ്ലസ്സിൽ ഒരു മാർക്കറ്റ് കാണിക്കുന്നുണ്ട്. ഏഷ്യൻ മാർക്കറ്റെല്ലാം കുറച്ച് മൈനസിലായിരുന്നു, നിക്കിയൊക്കെ മൈനസിലായിരുന്നു. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ 86 പ്ലസ്സിൽ കാണിക്കുന്നുണ്ട്. ഇത് നാളെ രാത്രിയിലൊക്കെ അത് ചേഞ്ചസ് ആവും. എന്തായാലും നാളെ എനിക്ക് തോന്നുന്നത് ചാർട്ടിൽ ഈ ഹൈ ബാങ്ക് നിഫ്റ്റിയുടെ ഈ ഹൈ അടിച്ചിട്ട് തിരിച്ചിറങ്ങിയാൽ ചിലപ്പോൾ നല്ല രീതിയിൽ ഇറങ്ങി വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത് ശ്രദ്ധിച്ചോണം. ഇന്നത്തെ ഹൈയുടെ മുകളിൽ ട്രേഡായി. ഇന്നത്തെ ഹൈയുടെ മുകളിൽ അത് R1 റേഞ്ചോ ഒക്കെ ഞാൻ ഇതിനകത്ത് കാണിക്കാം. ആ റേഞ്ച് വന്നിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ഒക്കെ താഴെ ഇറങ്ങാൻ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. നിഫ്റ്റിയുടെ ഹൈ 22,625.95. അപ്പം ഹൈയോ R1 ഈ റേഞ്ചിൽ ഏതെങ്കിലും ഒരു റേഞ്ചിൽ നിന്ന് താഴോട്ട് ഇറങ്ങാൻ ചാൻസ് കൂടുതൽ. ഓപ്പണിങ്ങിൽ തന്നെ ഈ ഹൈ അടിക്കണം, എന്നാലേ ചാൻസ് കൂടുതൽ കിട്ടത്തുള്ളൂ. അല്ലാതെ ഓപ്പണിങ് ഫ്ലാറ്റായിട്ട് ഓപ്പണിംഗ് മുകളിലോട്ട് കയറിപ്പോയെങ്കിൽ ചിലപ്പം വൺ സൈഡ് പിന്നെയും മേപ്പോട്ട് കുറച്ച് കയറിപ്പോവാം. എന്തായാലും ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇന്നത്തെ ഹൈയുടെ മുകളിൽ ട്രേഡായിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ലൊരു ഇറക്കം ഇറങ്ങുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്, നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും. നമ്മൾ ഇന്ന് നാളത്തേന് ട്രേഡിങ്ങിന് വേണ്ടി എടുത്തു വെച്ചിട്ടുള്ള ഷെയറുകളാണ് സ്ക്രീനിൽ കാണുന്നത്. ബാക്കിയുള്ളതെല്ലാം നമ്മൾ 18 ഷെയർ എടുത്തിട്ടുണ്ട്. അതിൽ 4 ഷെയർ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ ഷെയറാണ്. അത് കുറേ നമ്മുടെ ഫ്രണ്ട്സ് പറഞ്ഞായിരുന്നു ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസിനകത്തെ കൂടെ എടുക്കണമെന്ന്, അതുകൊണ്ട് എടുത്തതാണ് ആ ഷെയർ. ബാക്കി നോർമൽ നമ്മൾ ചെയ്യുന്ന മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പിനകത്തൊക്കെയുള്ള ഒരു 14 ഷെയറും ഇവിടുന്ന് ഒരു 4 ഷെയറും, മൊത്തം 18 ഷെയർ. ഈ F&O ഷെയർ നമ്മൾ എന്തോ ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ നോർമൽ സെല്ലിങ് ചെയ്യുന്ന രീതി ചെയ്യുമ്പോഴേ ഇതിനകത്തിപ്പം MCX എക്സാമ്പിൾ MCX ക്ലോസിങ് 4160 ആണ്. അതിപ്പം MCX നാളെ ഇത് പ്രീവിയസ് ഡേ ഹൈ, അതായത് ഇന്നത്തെ ഹൈയുടെ മുകളിൽ പോയിട്ട് ഇറങ്ങുന്ന കണ്ടു കഴിഞ്ഞാൽ ആ സമയത്ത് നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഒന്നുകിൽ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യുക, അതല്ലെങ്കിൽ കോൾ ഓപ്ഷൻ ഷോർട്ട് അടിച്ച് വിടുക. എൻ്റെ ഒരു കാൽക്കുലേഷൻ ഈ ഷെയറിനകത്തൊക്കെ ചിലപ്പോൾ അധികം മൂവ്മെൻറ്റ് കിട്ടിയില്ല എങ്കിൽ നമുക്ക് ഷോർട്ട് അടിച്ചാൽ തന്നെ മൂവ്മെൻറ്റ് കുറച്ച് നേരം നിൽക്കുമ്പോൾ തന്നെ നമുക്ക് പ്രീമിയം മെൽറ്റായിട്ട് നമുക്ക് ഒരു പ്രോഫിറ്റ് കിട്ടാൻ ചാൻസ് കൂടുതൽ. അപ്പോൾ കോൾ ഓപ്ഷൻ സെല്ലിങ് ആയിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പം നാളെ ഞാൻ ഈ കുറച്ച് ഷെയറിനകത്ത് എനിക്ക് നല്ല ചാൻസ് തോന്നുന്ന കുറേ ഷെയറുകൾ ഞാൻ പറഞ്ഞുതരാം. ഈ MCX എന്ന് പറയുന്ന ഷെയർ നാളെ എനിക്ക് ഏറ്റവും നല്ല ചാൻസ് കിട്ടാൻ സാധ്യത എനിക്ക് തോന്നുന്ന ഷെയറാണ് MCX. പക്ഷേ വലിയ ഷെയർ ആയതുകൊണ്ട് ഓപ്പണിങ്ങിൽ കയറി ട്രേഡിങ്ങിൽ ഹൈ ക്വാണ്ടിറ്റി ഒന്നും ട്രേഡ് എടുക്കരുത്. ചെറിയ ട്രേഡ്, അതിൽ 20 ഷെയറിൽ തന്നെ 1000-2000 രൂപ പ്രോഫിറ്റ് കിട്ടാൻ ചാൻസ് കൂടുതൽ. അപ്പോൾ നാളെ ഈ ഷെയർ ഒന്നുകിൽ ഈ ഹൈയുടെ മുകളിൽ പോയിട്ട് തിരിച്ചിറങ്ങുവാണെങ്കിൽ, അതായത് 4200, 210, 220 പോയിട്ട് തിരിച്ചിറങ്ങി ഈ ലോ അടിക്കുവാണെങ്കിൽ ചിലപ്പോൾ നല്ല രീതിയിൽ ഒരു 100 പോയിൻ്റൊക്കെ ഇറങ്ങിപ്പോകാൻ ചാൻസ് കൂടുതലാണ്. അതല്ലെങ്കിൽ വൺ സൈഡ് മൂവ്മെൻറ്റ് കിട്ടി
R1 വരെ പോയെങ്കിൽ ഏറ്റവും നല്ലത്. R1 റേഞ്ചിലോട്ട് പോയിട്ട് 4300 ചിലവാനും പോയിട്ടാണ് ഈ ലെവൽ കട്ട് ചെയ്താൽ അവിടെ നിന്നും നമുക്ക് നല്ലൊരു ചാൻസ് കിട്ടും. അപ്പം നമ്മൾ ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഷെയർ MCX, ഭാരത് ഫോർജിനകത്തും സെയിം. ഈ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ ഷെയർസിനകത്തെല്ലാം ഈ പ്രീവിയസ് ഡേ ഹൈയോ R1 റേഞ്ചിൽ നിന്ന് ഇറങ്ങുന്നതാണ്ട ഞാൻ പറഞ്ഞ പോലെ ഒന്നുകിൽ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യുക, അതല്ല എങ്കിൽ കോൾ ഓപ്ഷൻ ഷോർട്ട് ചെയ്ത് വിടുക. ഇതിനകത്ത് MCXും ഭാരത് ഫോർജും നല്ല, ഈ ABC ക്യാപിറ്റലും വലിയ കുഴപ്പമില്ല. ആക്സിസ് ബാങ്ക് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. നമ്മൾക്ക് വരുന്ന ലെവൽ ഇപ്പോൾ 1145 മുകളിലൊക്കെ പോയിട്ട് തിരിച്ചിറങ്ങും, നമുക്ക് എൻട്രി എടുക്കാം. പക്ഷേങ്കിൽ സെക്ടർ വൈസ് ഒരു മൂവ്മെൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്നാലും നമ്മുടെ നാട്ടിലുള്ള രീതി വന്നാൽ നമുക്ക് എൻട്രി എടുക്കാം. അപ്പോൾ ഏറ്റവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ ഷെയർ MCX, അതിനുശേഷം കൊച്ചിൻ ഷിപ്പ്യാർഡ്. ഇന്നത്തെ ഹൈ 1377, അതിൻ്റെ ഇന്നത്തെ ആവറേജ് 1335. ഇത് ഒരു മണിയൊക്കെ ആയ സമയത്ത് ഇത് കയറിയതാണ്, ഹൈ അടിച്ചിട്ട് പിന്നെ അതിന് ശേഷം 1 മണിയല്ല, അതിന് മുന്നിലെ ഹൈ അടിച്ചിട്ട് പിന്നെ അത് കയറി പുതിയ ഹൈ വന്നിട്ടില്ല. അപ്പോൾ എൻ്റെ ഒരു കാൽക്കുലേഷനിൽ ഇത് നാളെ ഒരു 350 റേഞ്ചിലൊക്കെ പോയിട്ട് ഈ 335 റേഞ്ചിലോട്ട് 350 പോകണമെന്നില്ല. ഈ 335 താഴെ ഇത് നല്ല രീതിയിൽ ഇറങ്ങാൻ ചാൻസ് കൂടുതലായി ഷെയറിനകത്ത്. അതുപോലെ ഈ GRSയും പ്രീവിയസ് ഡേ ഹൈ ഇത് കണ്ടല്ലേ 1077 ഹൈയെ, അതിൻ്റെ R1 1077, സെയിം റേഞ്ചാണ് രണ്ടും. അപ്പോൾ നാളെ ഓപ്പണിങ് നല്ലൊരു മൂവ്മെൻറ്റിൽ ചിലപ്പോൾ ഇതിന് മുകളിൽ പോയിട്ട് തിരിച്ചിറങ്ങിയ വൺ സൈഡ് മൂവ്മെൻറ്റ് ഷെയർ തരും താഴോട്ട്. മസ്ഡോക്കും അതുപോലെ, മസ്ഡോക്കും ഒരു പ്രാവശ്യം, ഇത് 3 ഷിപ്പിംഗ് കമ്പനി, അതുകൂടെ ശ്രദ്ധിച്ചോളാം. മസ്ഡോക്കിനകത്ത് ഈ R1 പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ ചാൻസ് എടുത്താൽ മതി, അതല്ല എങ്കിൽ ഈ 2470 എന്നൊക്കെ ചെറിയ ചാൻസ് എടുക്കുക. ഐനോക്സ് വിൻഡ് എന്ന് പറയുന്ന ഷെയർ, ഇത് ബോണസ് കൊടുത്ത ഷെയർ. അപ്പം നാളെ ചിലപ്പം വലിയ ഇറക്കമൊന്നും ഇറങ്ങത്തില്ല, എന്നാലും 5 രൂപ 10 രൂപ റേഞ്ചിലൊക്കെ പ്രോഫിറ്റ് കിട്ടുമായിരിക്കും. അപ്പോൾ അത് കൂടുതൽ ഷെയർ ശ്രദ്ധിക്കേണ്ട, ചാൻസ് കിട്ടുവാണെങ്കിൽ എടുക്കുക, അത്രയേ ഉള്ളൂ. FSL ഈ പ്രീവിയസ് ഡേ ഹൈ, അതല്ല എങ്കിൽ ഈ R1 റേഞ്ചിൽ നിന്ന് തിരിയുവാണെങ്കിൽ നല്ല ചാൻസ് കിട്ടാൻ സാധ്യത കൂടുതൽ. അതുപോലെ നിപ്പോ ബാറ്ററിയും ഈ R1 വന്നിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും. അതിനുശേഷം ഈ ഗോഡ്ഫ്രേ ഫിലിപ്പൊക്കെ നോർമൽ നമ്മൾ ചെയ്യുന്ന രീതിയിൽ തന്നെ ഈ R1 വന്നിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും. അതല്ല ഇത് ക്ലോസിങ് അനുസരിച്ചാണ് 3500 മുകളിൽ പോയിട്ട് ഈ ലെവൽ 3488 താഴോട്ട് ഇറങ്ങിയാലും നമുക്ക് സെല്ല് ചെയ്ത് വിടാം. MOയിലും നോക്കി ചെയ്താൽ മതി. നാളെ ചിലപ്പോൾ വീണ്ടും ഒരു മൂവ്, കഴിഞ്ഞ ദിവസം നമ്മളെടുത്ത് അതിനകത്ത് നല്ലൊരു പ്രോഫിറ്റ് എല്ലാവർക്കും കിട്ടിയതിന് ശേഷം ഇന്ന് വീണ്ടും കയറി. എനിക്കത് കണ്ടിട്ട് തോന്നുന്നത് 500 റേഞ്ചിലോട്ട് പോകുന്ന ഒരു മൂവ്മെൻ്റാണത് കാണിക്കുന്നത്. നിയോജനൊക്കെ നല്ല മൂവ്മെൻ്റ് ആയിരിക്കും ഓപ്പണിങ്ങിൽ. അപ്പോൾ ഇതിനകത്ത് ഈ 1628, അതായത് R1 റേഞ്ച് പോയിട്ട് ഇറങ്ങുവാണെങ്കിലും, അതല്ല 1600 610 പോയിട്ട് ഈ 1575 കട്ട് ചെയ്യുവാണെങ്കിൽ നല്ല ചാൻസ് എടുക്കാം. ഈ നിയോജൻ എന്ന് പറയുന്ന ഷെയർ, ഗോഡ്ഫ്രേ ഫിലിപ്പും നല്ല ചാൻസ്. പക്ഷേ ഗോഡ്ഫ്രേ ഫിലിപ്പ് ശ്രദ്ധിക്കുക, വലിയ ഷെയറാണ്, ക്വാണ്ടിറ്റി തീരെ കുറച്ച് ചെയ്യുക. അതുപോലെ വിംത ലാബിൻ്റെ ആവറേജ് 574. ഇത് ഇന്നത്തെ ലോ. ഇത് എൻ്റെ ഒരു കാൽക്കുലേഷൻ, ഈ ഷെയർ ഒരു 550 റേഞ്ചിൽ ഓപ്പണിങ് താഴോട്ട് പോയിട്ട് വന്നിട്ട് ഈ ക്ലോസിങ്ങിന് മേപ്പോട്ട് കയറിയ ബൈങ് ചെയ്യാൻ നല്ല ചാൻസ് ആയിരിക്കും. ബൈങ് ചെയ്താലും അധികം കയറുമെന്നല്ല, അതൊരു ചിലപ്പോൾ ഒരു 580 റേഞ്ചിലോട്ട് പോകാനുള്ളൊരു ചാൻസ് കൂടുതലാണ് ഇതിനകത്ത് നോക്കുക. അതല്ല ഹൈയിൽ ഓപ്പണിങ് വരികയാണെങ്കിൽ നമ്മളതായിട്ടുള്ള രീതി നോക്കുക. ഈ ആവറേജ് ട്രേഡ് പ്രൈസിന് താഴെ പോവുകയാണെങ്കിൽ ചാൻസ് എടുക്കുക. പിന്നീട് എല്ലാത്തിനകത്തും കണ്ടിട്ട് നല്ല ചാൻസ് തോന്നുന്നുണ്ട് VSSL എന്ന് പറയുന്ന ഷെയർ. ഇതിൻ്റെ 314 315 കണ്ടില്ല. R1ഉം
ഹൈയും ഏകദേശം അടുത്തടുത്ത്. അപ്പോൾ ഈ 2 റേഞ്ചിൽ പോയിട്ട് തിരിച്ചിറങ്ങുവാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും. അപ്പോൾ അത്രയും ഷെയർ ശ്രദ്ധിക്കുക, പറഞ്ഞ രീതിയിൽ വരുന്നത് മാത്രം ശ്രദ്ധിക്കുക. ബാക്കിയുള്ള ഷെയറിനകത്തല്ല നമ്മൾ സ്ഥിരം ചെയ്യുന്ന പരിപാടി. ഏത് ലെവലിന് മുകളിൽ പോയിട്ടാണോ ഫസ്റ്റ് റിവേഴ്സ് ആവുന്നത് അവിടെ നമ്മൾ എന്ത് ചെയ്യുക, സെല്ല് ചെയ്തിട്ട് ആ സമയത്ത് ഹൈയുടെ മുകളിൽ സ്റ്റോപ്പ് ലോസ് ഇട്ട് വിടുക. ഹൈ അടിച്ച് സ്റ്റോപ്പ് ലോസ് പോയെങ്കിൽ വീണ്ടും അടുത്ത ചാൻസ് വരുമ്പോൾ മാത്രം എൻട്രി ചെയ്യുക. അല്ലാതെ വീണ്ടും അടുപ്പിച്ചടുപ്പിച്ച് മുകളിലോട്ടും താഴോട്ടും ഒന്നും ട്രേഡ് എടുത്ത് ചെയ്യാതിരിക്കുക. അപ്പം ഇത്രയേ ഉള്ളൂ നാളത്തെ ദിവസത്തേക്കുള്ള ഷെയർസ്. അതിനകത്ത് ഞാൻ പറഞ്ഞ പോലെ കിട്ടിയാൽ നല്ല രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുക. ഇന്നത്തെ ഷെയർസിനകത്ത് നമ്മൾ എടുത്തു വച്ചിരുന്നത് 16 ഷെയർ. ഈ 16 ഷെയറിൽ നല്ല ചാൻസ് ഒരു 8-9 ഷെയർ തന്നിട്ടുണ്ടായിരുന്നു. അതിനകത്തൊരു കുറച്ച് ഷെയർ ഞാൻ കാണിച്ചു തരാം. ഞാനതിനകത്ത് പ്രത്യേകം എടുത്ത് പറഞ്ഞ ഷെയറിനകത്തൊക്കെ നല്ല, ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. അതിൽ ഇപ്പം ഞാൻ ഇന്നലെ പ്രത്യേകം പറഞ്ഞൊരു ഷെയറായിരുന്നു DCB ബാങ്ക്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ അതിൽ വന്നിട്ടുണ്ട്. ഈ റേഞ്ച് 43, ഈ റേഞ്ചിന് മുകളിൽ പോയി തിരിച്ചിറങ്ങുകയാണ് 8-10 രൂപ റേഞ്ചിൽ കിട്ടുമെന്ന് പറഞ്ഞു. അത് അതുപോലെ തന്നെ ഈ റേഞ്ചിന് ഇതിൽ പോയി ഇറങ്ങി 43.65 എന്ന് 34, അതായത് 9 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് തന്നു. അത്രയും ചെറിയ ഷെയർ, അത്രയും പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ ഹെവിയാണ്. ഏകദേശം 5-6% പ്രോഫിറ്റ് അത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം JGChem എന്ന് പറയുന്ന ഷെയർ ഓപ്പണിങ്ങിൽ പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ പോയി 6-1 പോയില്ല, തിരിച്ചിറങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ ഇറങ്ങുന്ന 267 റേഞ്ച് എൻട്രി കൊടുത്താലും നമുക്ക് 258. ഇതിനകത്ത് 9 രൂപ പ്രോഫിറ്റ് ഒരു 1-1.5 മണിക്കൂറിനുള്ളിൽ തന്നെ കിട്ടുന്നുണ്ട്. വീണ്ടും തിരിച്ച് ആവറേജ് പോയിട്ട് തിരിച്ച് നല്ല രീതിയിൽ വീണ്ടും ഇറങ്ങിപ്പോയി. അതിനുശേഷം ജിയോജിത്ത്, ചെറിയ ഷെയർ ആണെങ്കിൽ പോലും അതിനകത്ത് നല്ല പ്രോഫിറ്റ് അത് കാണിച്ചായിരുന്നു. ജിയോജിത്ത് ഫൈനാൻഷ്യൽ ഓപ്പണിങ് ഫ്ലാറ്റ്, ഓപ്പണിങ് ഒന്ന് താഴെ പോയി, CPR സപ്പോർട്ട് എടുത്തു. നമ്മളിവിടെ എൻട്രി ചെയ്തില്ല. നമ്മൾ പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ പോയിട്ട് ഇറങ്ങണം, അതല്ലെങ്കിൽ അടുത്ത ലെവലുകളിൽ പോയിട്ട് ഇറങ്ങണം. ഇത് പ്രീവിയസ് ഡേ ഹൈ അടിച്ചു ഇറങ്ങി. നമ്മളിവിടെ 96 റേഞ്ചിൽ ഒരു എൻട്രി എടുത്താൽ നമുക്ക് 92.75, 92 വരെ വരുന്നത്. അതായത് 4 രൂപ പ്രോഫിറ്റ്. 4 രൂപ എന്ന് പറയുമ്പോൾ 5% മുകളിലായത്. ഇനി അടുത്തത് ഓറിയൻ സിമെൻറ്റ്. നല്ല അടിപൊളി മൂവ്മെൻ്റ് ആയിരുന്നു. ഓറിയൻ സിമെൻറ്റ് ഓപ്പണിങ്, ഫ്ലാറ്റ് ഓപ്പണിങ്, അതിന് ശേഷം ഇടയ്ക്ക് ഒരൊറ്റ കയറ്റമായിരുന്നു മുകളിലോട്ട്. 1 സൈഡ് കയറ്റം പോയിട്ട് ഇവിടുന്ന് ഇറങ്ങി നമ്മളിവിടെ എൻട്രി എടുക്കുക. 250 റേഞ്ച് എൻട്രി എടുത്താൽ 22 രൂപ പ്രോഫിറ്റ് അത് കാണിക്കുന്നുണ്ട്. അതുപോലെ ശ്യാം മെറ്റൽ എന്ന് പറയുന്ന ഷെയർ ഓപ്പണിങ്ങിൽ പ്രീവിയസ് ഡേ ഹൈ അടിച്ചു. പ്രീവിയസ് ഡേ 658 മുകളിൽ പോയി, അതിനുശേഷം 658 താഴെ 658-57 റേഞ്ചിലൊക്കെ എൻട്രി എടുത്താൽ 638 റേഞ്ചിലോട്ട് വരുന്നത്. അതായത് ഇതിനകത്ത് 20 രൂപ പ്രോഫിറ്റ് അത് കാണിക്കുന്നുണ്ട്. വേറെയും പല ഷെയറിനകത്ത് ചെറിയതും വലുതായിട്ടുള്ള പ്രോഫിറ്റുകൾ നമുക്ക് കാണിക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ ഈ ട്രേഡിങ് നടന്നതിനകത്ത് ട്രേഡിങ് കാണിച്ചു തരുന്ന പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയുള്ള കാര്യങ്ങൾ. നാളെ ഇപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ ട്രേഡ് എടുക്കാൻ സാധിക്കട്ടെ, നല്ല പ്രോഫിറ്റ് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.